ശ്രീ സ്റ്റാലിൻ ദേവൻ ABC സ്വാഗതം. ഈ വഖഫ് ബോർഡ് പ്രശ്നം നമുക്കറിയാം, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളെ മുഴുവൻ ഒരുതരം ആശയക്കുഴപ്പത്തിലും ഒക്കെ എത്തിച്ചിരിക്കുകയാണ്. മുന്നണിക്ക് ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ വഖഫ് ബോർഡ് പ്രശ്നം. അതിനകത്ത് ഇവർക്കിനി ഉണ്ടാകാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയായിരിക്കും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം എന്തുകൊണ്ടാണ്? ഇതിപ്പോൾ ടോട്ടലി ആശയക്കുഴപ്പമാണ് എല്ലാവർക്കും. കാരണം എല്ലാവരും വിചാരിക്കുന്നത് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതസ്ഥാപനം ആണ് എന്നാണ്. പക്ഷേ നമ്മളത് നിയമപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതൊരു മുസ്ലിം മതസ്ഥാപനം അല്ല. പക്ഷെ ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ വിഷയം, വഖഫ് ബോർഡിനെ സംബന്ധിക്കുന്ന ഈ വിഷയം MN ദാസിൻ്റെ ലോസ് റിലേറ്റിംഗ് ടു പാർട്ടീഷൻ എന്ന ബുക്കിൻ്റെ 813 പേജിൽ പറയുന്നുണ്ട്. അത് ഇംഗ്ലീഷിലാണ്, പക്ഷെ ഞാൻ അതിൻ്റെ ഒരു മലയാളം പരിഭാഷപ്പെടുത്തിയത് ഇവിടെ വായിക്കാം. വഖഫ് ബോർഡും അതിൻ്റെ പ്രവർത്തനവും. വഖഫ് ആക്ടിനടിയിൽ രൂപീകൃതമായ വഖഫ് ബോർഡ് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ല. അതിനാൽ അതിന് ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള പരിരക്ഷയ്ക്ക് അർഹതയില്ല. അത് വ്യക്തികളുടെ കൂട്ടായ്മയോ അഥവാ പൊതുവിശ്വാസവും സംഘടനയുമുള്ള ഒരു ബോഡിയോ അല്ല. ഒരു സ്റ്റാറ്റ്യൂട്ടിന് അടിയിൽ പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡിൻ്റെ ധർമ്മം ഒരു സംസ്ഥാനത്തുള്ള വഖഫുകളുടെ പ്രവർത്തനത്തിന് പൊതു മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ്. വഖഫുകൾ, അതായത് വഖഫുകൾ എന്ന് പറയുമ്പോൾ ഏതോ ഒരാൾ അദ്ദേഹത്തിൻ്റെ വസ്തു അള്ളാഹുവിലേക്ക് വിട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഫലം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം എടുത്തൊരു പ്രത്യേക പർപ്പസിന് വേണ്ടി ചിലവാക്കണമെന്നുള്ള നിബന്ധനയോടുകൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വഖഫുകൾ നേരെ പരിപാലിക്കപ്പെടുന്നു എന്നും ഭരിക്കപ്പെടുന്നു എന്നും നിയന്ത്രിക്കപ്പെടുന്നു എന്നും കൂടാതെ അവയിൽ നിന്നുള്ള വരുമാനം അതാത് വഖഫുകൾ എന്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടോ അതിനു വേണ്ടി തന്നെ ചെലവാക്കപ്പെടുന്നു എന്നും ഉറപ്പുവരുത്തുക എന്നതാണ് അതിൻ്റെ കർത്തവ്യം. വഖഫ് ബോർഡ് വ്യക്തികളുടെ ഒരു കൂട്ടായ്മയല്ല, അതിനൊരു കമ്പനിയുടെ സ്വഭാവം പോലും ഇല്ല. എന്താണ് ഈ കമ്പനി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 13(3) പറയുന്നു, ദ വഖഫ് ബോർഡ് ഷാൽ ബി എ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നു. ഈ ബോഡി കോർപ്പറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി, കോർപ്പറേഷൻ അതുപോലെയുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ എന്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കമ്പനിയുടെ പോലും ഒരു കമ്പനി എന്ന് വിളിക്കാനുള്ള യോഗ്യത പോലും ഈ വഖഫ് ബോർഡിന് ഇല്ല. അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യം നൽകാനുള്ള പ്രസ്ഥാനമോ അല്ല. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമാണ്. ബോർഡിൻ്റെ ഘടനയുടെ പിന്നിലെ ഉദ്ദേശ്യവും വഖഫ് ആക്ടിൻ്റെ പിന്നിലെ ലക്ഷ്യവും വഖഫ് വസ്തുക്കളുടെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ മുസ്ലിം മത പണ്ഡിതർക്കോ മതശാസ്ത്രജ്ഞർക്കോ പ്രാതിനിധ്യം നൽകാനോ വേണ്ടിയായിരുന്നില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ബുക്കിൽ പറയുന്ന നിയമവശം. ഇതിനെ സംബന്ധിക്കുന്നത് നമ്മുടെ ഫസൽ പൂക്കോയത്തങ്ങൾ, അദ്ദേഹം ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് ഹൈക്കോടതിയിൽ അദ്ദേഹം ഒരു കേസ് കൊടുത്തു. അതിൽ ആവശ്യം, ഞങ്ങൾ റിലീജിയസ് ഡിനോമിനേഷനാണ് വഖഫ് ബോർഡ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആർട്ടിക്കിൾ 26 അടിയിലുള്ള പരിരക്ഷ കിട്ടണം. ഫസൽ പൂക്കോയത്തങ്ങൾ ഇപ്പം വഖഫ് ബോർഡിൻ്റെ റെക്കോർഡ്സിൽ ആ ജഡ്ജ്മെന്റ് കാണും. ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. പൊതുജനത്തിന് ഇതൊന്നും അറിയത്തില്ല. അതിൽ ആർട്ടിക്കിൾ 26 അടിയിലുള്ള അവകാശങ്ങൾ റിലീജിയസ് ഡിനോമിനേഷനും അതിൻ്റെ ഉപവിഭാഗങ്ങൾക്കും മാത്രം ലഭിക്കുന്നതാണ്. അത് എന്താണെന്ന് ഷിറു മഠം കേസിൽ 1954 ഏഴംഗ ബെഞ്ച്, സുപ്രീം കോടതിയുടെ 7 അംഗ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രകാരം ഒരേ പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഗണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരേ പേരിൽ അറിയപ്പെടുന്ന ഒരുപിടി ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ആണോ? അല്ലല്ലോ, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമല്ലേ. അടുത്തത്, ഒരേ പേരിൽ അറിയപ്പെടുന്നതും ഒരു പൊതുമതത്തിന്റെ അടിയിൽ വരുന്നതും ഒരേ വിശ്വാസമുള്ളതും ആത്മീയ സംഘടന ഉള്ളതും ആയ ഉപമത വിഭാഗങ്ങളാണ് റിലീജിയസ് ഡിനോമിനേഷൻ.
അവ മിക്കവാറും അതിൻ്റെ സ്ഥാപകന്റെ പേരിൽ അറിയപ്പെടും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ശൈവിസം, വൈഷ്ണവിസം, നമ്മുടെ ഈ ഹിന്ദു മതത്തിൽ, പിന്നെ ശക്തിസം, പിന്നെ സാറ് കണ്ടു കാണുമല്ലോ നമ്മളെ പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്ക് ഭസ്മമൊക്കെ പൂശി ജസ്റ്റ് അല്പ വസ്ത്രധാരികളായിട്ട് നടക്കുന്ന ഒരു കൂട്ടം സന്യാസിമാർ, നാഗാ സന്യാസിമാരാണ്. അവർ വന്നിട്ട് റിലീജിയസ് ഡിനോമിനേഷനാണ്. അവർക്കും ഈ വഖഫ് ബോർഡിനും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂ? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ അപ്പോൾ എന്നിട്ട് കോടതി ചോദിക്കുകയാണ്, വഖഫ് ബോർഡ് ഒരു ബോഡി കോർപ്പറേറ്റ് ആണെന്നും വഖഫ് ആക്ടിൽ പറയുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു 13(3) അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമാണ്. അതിന് ഒരു പൊതുവായ വിശ്വാസമോ ആത്മാവോ ഇല്ല. ഇറ്റ് ഹാസ് നോ സോൾ ആൻഡ് ഫെയ്ത്ത് എന്നാണ് ഹൈക്കോടതി ആ ഒരു ഉത്തരവിൽ പറയുന്നത്. പിന്നെ എന്താണ് ഇപ്പോൾ വഖഫ് ബോർഡ് ചെയ്യുന്ന ജോലി? ഒരു കാലത്ത് ഒരു മതേതര സർക്കാർ ചെയ്തുകൊണ്ടിരുന്ന, അതായത് 1954 മുമ്പ് ആദ്യമായിട്ട് വഖഫ് ബോർഡ് എന്നൊരു സംവിധാനം വരുന്ന 1984 അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ 47 മുതൽ 54 വരെ ഇതേ അന്നും വഖഫുകൾ ഉണ്ടായിരുന്നു, അത് ഭരിക്കപ്പെട്ടിരുന്നു, അതുമായിട്ട് മേൽനോട്ടം ആരാ ചെയ്തിരുന്നത്? അന്ന് 1923 വഖഫ്മാൻ മുസ്ലിം ആക്ട്, ദ വഖഫ്മാൻ മുസ്ലിം ആക്ട് 1923 അന്ന് സർക്കാരല്ലേ ഇത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അത് ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കി സർക്കാർ അതിൻ്റെ ഡ്യൂട്ടി വഖഫ് ബോർഡിന് ഹാൻഡ് ഓവർ ചെയ്യില്ലേ ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സർക്കാരുകളും മതേതര സർക്കാരുകളല്ലേ. ഒരു മതേതര സർക്കാരിൻ്റെ ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് വന്നിട്ട് അത് ഒരു മതപരമായ സ്ഥാപനം ആകാൻ പറ്റൂ? എന്തെങ്കിലും പറ്റൂ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ കുറച്ച് ജോലികളാണ് നിർവഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഈ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത്. അത് സർക്കാരിൻ്റെ ഒരു ഉപകരണമാണ്. അത് വന്നിട്ട് വഖഫ് ആക്ടിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ വന്നിട്ട് എന്നേക്കും നിലനിൽക്കും. പക്ഷേ നമ്മൾ നാളെ സെൻട്രൽ ഗവൺമെൻറ് വിചാരിക്കുകയാണ് ഈ വഖഫ് ആക്റ്റേ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ബോർഡ് കാണും. ഇപ്പോൾ വഖഫ് ബോർഡ് ഉണ്ടെങ്കിൽ, വഖഫ് ആക്ട് ഉണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അത് ആക്ട് ഇല്ലാത്ത പക്ഷം വഖഫ് ബോർഡും ഇല്ല. അത് വ്യക്തികളുടെ കൂട്ടായ്മയല്ല, അതിനൊരു പൊതുവിശ്വാസവും ഇല്ല. ഇത് രണ്ടും, അതായത് പൊതുവിശ്വാസവും വ്യക്തികളും അവരുടെ കൂട്ടായ്മയും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദർശനങ്ങളും തത്വങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വരുമ്പോൾ മാത്രമേ അതൊരു റിലീജിയസ് ഡിനോമിനേഷൻ ആകൂ എന്നാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ദേവസ്വം ബോർഡും വഖഫ് ബോർഡും തുല്യമായ സംഗതികളാണ്. ഒന്ന് ഹിന്ദുവിന് വേണ്ടിയുള്ളതും ഒന്ന് മുസ്ലിമിന് വേണ്ടി ഉള്ളതും എന്നുള്ളൊരു മിഥ്യാധാരണയിലാണ്. അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയുന്നു ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അത് ഹിന്ദു ക്ഷേത്രങ്ങൾ, അത് വന്നിട്ട് ബോഡി കോർപ്പറേറ്റുമാണ്, സോഷ്യോ റിലീജിയസ് ബോഡി കൂടിയാണ്. ഇവിടെ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 38(3) ഏറ്റവും വലിയ ഓഫീസറായ സിഇഒയ്ക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. യു ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ റിലീജിയസ് അഫയേഴ്സ് ഓഫ് എനി വഖഫ്. അതായത് വഖഫുകളുടെ മതപരമായ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇടപെട്ടു പോകാൻ പാടില്ല. പക്ഷേ ദേവസ്വം ബോർഡിന്റെ സിഇഒ എന്താ പറയുന്നത്? നിങ്ങളായിരിക്കും ഓരോ ക്ഷേത്രത്തിൻ്റെയും മതപരമായ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദികൾ. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വഖഫ് ബോർഡ് ആൻഡ് ദേവസ്വം ബോർഡ്. ഇപ്പോൾ പലയിടത്തും നമ്മൾ കേൾക്കാറുണ്ട് ദേവസ്വം ബോർഡിൽ നോൺ മുസ്ലിംസിനെ നോൺ ഹിന്ദുസിനെ അപ്പോയിന്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോ, ക്വൈറ്റ് നോട്ട് പോസിബിൾ. വൈ? ബിക്കോസ് അതൊരു റിലീജിയസ് ബോഡിയാണ്. നമുക്കിപ്പം ഈ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഉണ്ടാക്കുന്ന എല്ലാ ബോഡിയും ഒരേ ജോലി അല്ല ചെയ്യുന്നത്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ നാളെ ദേവസ്വം ബോർഡും വഖഫ് ബോർഡും പൈസ അടിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ ഓരോ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് ഓരോരോ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പോൾ ഇത് പലരും ചോദിക്കാറുണ്ട്, ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ, അന്ന് NK പ്രേമചന്ദ്രൻ്റെ പാർലമെന്റ് പറഞ്ഞു ഇത് ആർട്ടിക്കിൾ 13(2)
ലംഘനമാണ്. അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ ഹനിക്കുന്ന എന്തെങ്കിലും നിയമം പാർലമെന്റ് പാസ്സാക്കിയാൽ ഇറ്റ് വിൽ ബി വോയിഡ് അബ് ഇനിഷ്യോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ ഈ ആക്ട് ഈ അമെൻമെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരാളെങ്കിലും കോടതിയിൽ പോയാൽ അപ്പം ഈ ആക്ടിനെ വലിച്ചെറി കളയുമെന്നാണ് പ്രേമേന്ദ്രൻ പറയുന്നത്. പക്ഷേ ഇതാണ് നിയമം. ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി വിച്ച് ഹാസ് നോ ഫെയ്ത്ത് ആൻഡ് സോൾ. അവിടെ വരുമ്പോൾ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഞാനാണ് ജഡ്ജിയെങ്കിലും എനിക്കും ഇടപെടാൻ പറ്റില്ല. നോൺ മുസ്ലിംസ് ക്യാൻ ബി അപ്പോയിന്റഡ്. പക്ഷേ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ആൾക്കാരുടെ സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് ആ ഒരു ശ്രമത്തിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ് പിന്നോട്ട് പോകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഓക്കെ സാറേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.